ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC ഗൈഡ്. ഡിഗ്രി പ്രിലിംസിൻ്റെ ഡേറ്റ് ഏകദേശമായിട്ടുണ്ടല്ലോ. മെയ് 2-നാണ് ഫസ്റ്റ് സ്റ്റേജിലേക്ക് എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 50 ദിവസത്തോളമാണ് ഇനി എക്സാമിനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് SCRT ബേസ് ചെയ്തിട്ടുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോകാം. ഇത് 5th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററിലെയും കൂടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രകാശ സംശ്ലേഷണത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ്, ജലം, സൂര്യപ്രകാശം എന്നിവ ഇതിന് അത്യാവശ്യമാണ്. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് ഇതിന് സഹായിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 3 ഓപ്ഷൻസും കറക്റ്റാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 1, 2, 3 എന്നിവ മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരാത സസ്യങ്ങളും എപ്പിഫൈറ്റുകളും. ഇതിനകത്ത് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ആവാസത്തിന് മാത്രമായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവ. ഉദാഹരണത്തിന് മരവാഴ. അർദ്ധപരാതങ്ങൾ എന്ന് പറഞ്ഞാൽ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും മാത്രം വലിച്ചെടുക്കുന്ന. ഉദാഹരണം ഇത്തിൽക്കണ്ണി. പൂർണ്ണപരാതങ്ങൾ എന്ന് പറഞ്ഞാൽ ആതിഥേയ സസ്യത്തിൽ നിന്നും ആഹാരവും ജലവും വലിച്ചെടുക്കുന്ന. എക്സാമ്പിൾ മൂടില്ലാത്ത ആളി. ഇതിനകത്ത് ആൻസർ ഏതൊക്കെയാണ്? ഈ 3ഉം എപ്പിഫൈറ്റുകളും പരാത സസ്യങ്ങളെ പറ്റിയും പറഞ്ഞതിൽ ശരിയായിട്ടുള്ള ജോഡികളാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് എപ്പിഫൈറ്റുകൾ എന്താണ്? ആവാസത്തിന് മാത്രമാണ്, അതിൽ നിന്ന് ആഹാരങ്ങൾ വലിച്ചെടുക്കുന്നില്ല. എന്നാൽ അർദ്ധപരാതങ്ങൾ എന്ത് ചെയ്യുന്നു? ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് എന്ത് ചെയ്യുന്നു? ആഹാരം നിർമ്മിക്കുന്നു. എന്നാൽ പൂർണ്ണപരാതങ്ങൾ എന്ത് ചെയ്യുന്നു? ആതിഥേയ സസ്യത്തിൽ നിന്നും ആഹാരവും ജലവും എന്ത് ചെയ്യുന്നു? വലിച്ചെടുത്ത് അത് നേരിട്ട് അവർ യൂസ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. സസ്യങ്ങളിൽ തുടങ്ങി മറ്റു ജീവികളിൽ അവസാനിക്കുന്ന ആഹാര ബന്ധങ്ങളുടെ ഒറ്റ ശ്രേണിയാണ് എന്ത്? ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നത്. പ്ലവകങ്ങൾ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ്. കാക്ക ഒരു മിശ്രഭോജിയാണ്. കരയിലെ പോലെ കടലിലും വിവിധ ആഹാര ശൃംഖലകളുണ്ട്. സസ്യങ്ങളിൽ തുടങ്ങി മറ്റ് ജീവികളിലാണ് എന്ത്? ആഹാരബന്ധങ്ങൾ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ആഹാര ശൃംഖല ആ ഒരു ശ്രേണി അവസാനിക്കുന്നത്. പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ്. ഇത് സസ്യങ്ങൾ ഭക്ഷിക്കുന്നതാണ്. അതുപോലെ കാക്ക ഒരു മിശ്രഭോജിയാണ്. കരയിലെ പോലെ കടലിലും എന്തുണ്ട്? ഒരു ആഹാര ശൃംഖല നിലനിൽക്കുന്നുണ്ട്. സസ്യങ്ങളിലെ വർണ്ണകങ്ങൾ. സസ്യങ്ങൾക്ക് നിറം നൽകുന്ന വർണ്ണകങ്ങളെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ആന്തോസയാനിൻ ചുവപ്പ് നിറം നൽകുന്നു. കരോട്ടിൻ ഓറഞ്ച് നിറം നൽകുന്നു. സാന്തോഫിൻ മഞ്ഞ നിറം നൽകുന്നു. ഹരിതകം നീല നിറം നൽകുന്നു. ഇതിൽ ഓപ്ഷൻ 4 മാത്രമാണ് എന്ത്? തെറ്റ്. ഹരിതകം പച്ച നിറമാണ് നൽകുന്നത്. ആന്തോസയാനിൻ ചുവപ്പ് നിറവും കരോട്ടിൻ ഓറഞ്ച്, സാന്തോഫിൻ മഞ്ഞ നിറം. അപ്പോൾ ഇത് എത്രയും കറക്റ്റാണ്. ഓപ്ഷൻ 4 ആണ് എന്ത്? ഇതിനകത്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന. അധിനിവേശ സസ്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ വളർന്നു വ്യാപിക്കുന്ന സസ്യങ്ങളാണിവ. ഇവ തദ്ദേശീയമായ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു. ആഫ്രിക്കൻ പായൽ, കുളവാഴ, കമ്മ്യൂണിസ്റ്റ് പച്ച എന്നിവ അധിനിവേശ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവ ജലാശയങ്ങളിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഈ പറഞ്ഞ ഓപ്ഷനിൽ 4ാമത്തെ ഓപ്ഷനാണ് തെറ്റ്. അതായത് ജലാശയങ്ങളിലെ ഓക്സിജന്റെ അളവ് ഇവ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി പറഞ്ഞ 3 ഓപ്ഷൻസും അധിനിവേശ സസ്യങ്ങളെക്കുറിച്ചുള്ളതിൽ ശരിയായ പ്രസ്താവനയാണ്. 5th സ്റ്റാൻഡേർഡിൻ്റെ തന്നെ ബേസിക് സയൻസ് സെക്കൻഡ് ചാപ്റ്ററിലെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? സൂക്ഷ്മജീവികളെല്ലാം മനുഷ്യന് ദോഷകരമാണ്. ലൂയി പാസ്റ്ററാണ് രോഗാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എല്ലാ സാംക്രമിക രോഗങ്ങളും പകരുന്നത് വായുവിലൂടെയാണ്. ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 2ാമത്തെ ഓപ്ഷനാണ്. ലൂയി പാസ്റ്ററാണ് രോഗാണു സിദ്ധാന്തം ആവിഷ്കരിച്ചത്. സൂക്ഷ്മജീവികളെല്ലാം മനുഷ്യന് ദോഷകരമല്ല. ചില സൂക്ഷ്മജീവികൾ നമുക്ക് നല്ലതുമാണ്. അതുപോലെ എല്ലാ സാംക്രമിക രോഗങ്ങളും പകരുന്നത് വായുവിലൂടെയല്ല, ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും ഒക്കെയാണ്. അപ്പോൾ ആ 2 ഓപ്ഷൻസും തെറ്റാണ്. കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളെ സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. മലേറിയ അനോഫിലസ് കൊതുകുകൾ, ഡെങ്കിപ്പനി ഈഡിസ് കൊതുകുകൾ, മന്ത് ക്യൂലക്സ് കൊതുകുകൾ. ഇതിനകത്ത് ഏതൊക്കെ ജോഡികളാണ് ശരി? എല്ലാ ജോഡിയും ശരിയാണ്. ഏതൊക്കെയാണ്? മലേറിയ
അനോഫിലസ് കൊതുകുകളാണ് പരത്തുന്നത്. അതുപോലെ ഡെങ്കിപ്പനി ഈഡിസ് കൊതുകുകളാണ്. മന്ത് ക്യൂലക്സ് കൊതുകുകൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം. എഡ്വേർഡ് ജെന്നർ ആണ് ആദ്യമായി വസൂരിക്കെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയത്. രോഗം വന്നതിനു ശേഷം മാത്രം എടുക്കുന്ന ചികിത്സാ രീതിയാണ് വാക്സിനേഷൻ. BCG വാക്സിനേഷൻ ക്ഷയരോഗത്തിന് എതിരെയാണ് നൽകുന്നത്. ഇതിനകത്ത് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? എഡ്വേർഡ് ജെന്നർ ആണ് വസൂരിക്കെതിരെയുള്ള വാക്സിൻ ആദ്യമായിട്ട് കണ്ടെത്തിയത്. അതുപോലെ BCG വാക്സിൻ ക്ഷയരോഗത്തിനെതിരായിട്ട് എടുക്കുന്നതാണ്. രോഗം വന്നതിന് ശേഷമല്ല, രോഗം വരാതിരിക്കാൻ മുൻകൂട്ടി എടുക്കുന്ന ആണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഓപ്ഷൻസ് 1, 2 അല്ല 1, 3 ശരിയാണ്. പകരാത്ത രോഗങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏത്? ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകാം. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം എന്നിവ പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത്തരം രോഗങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗാണുക്കൾ വഴി പകരുന്നു. ഇതിനകത്ത് 1, 2 ഓപ്ഷൻസ് ആണ് കറക്റ്റ്. ജീവിതശൈലി രോഗങ്ങളും അല്ലെങ്കിൽ പ്രമേഹം, അമിത രക്തസമ്മർദ്ദം ഒരാളിൽ നിന്നും ഒരാളിലേക്ക് പകരുന്നില്ല. ഇത്തരം രോഗങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗാണുക്കൾ വഴി പകരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം ഓപ്ഷൻ 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. രോഗങ്ങളും രോഗം പകരുന്നതിനുള്ള കാരണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ക്ഷയം പകരുന്നത് വായുവിലൂടെ, അത് ഏത് രീതിയിലാണ്? ബാക്ടീരിയ വഴിയാണ്. അതുപോലെ എലിപ്പനി മലിനജലത്തിലൂടെയും, അതും ബാക്ടീരിയ വഴി പകരുന്നതാണ്. ചിക്കൻ പോക്സ് വൈറസാണ്. ഡെങ്കിപ്പനി ഈഡിസ് കൊതുകുകൾ വഴിയാണ്, അത് വൈറസാണ്. മലമ്പനി അനോഫിലസ് കൊതുകുകളാണ്, അത് പ്രോട്ടോസോവ വഴിയാണ് പകരുന്നത്. സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ബാക്ടീരിയകൾ, വൈറസ്, ഫംഗസ് എന്നിവ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളാണ്. എല്ലാ ബാക്ടീരിയകളും മനുഷ്യ ശരീരത്തിന് ഹാനികരമാണ്. പാൽ തൈരാകുന്നതിനും ദഹന പ്രക്രിയയെ സഹായിക്കുന്നതിനും ചില ബാക്ടീരിയകൾ ഉപയോഗപ്രദമാണ്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 3 ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവ എന്ത് ചെയ്യത്തില്ല? നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കത്തില്ല. അതുപോലെ പാൽ തൈരാകുന്നതിനും ദഹന പ്രക്രിയയെ സഹായിക്കുന്നതിനും ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ ബാക്ടീരിയകളും മനുഷ്യ ശരീരത്തിന് ഹാനികരമാണെന്ന് പറയുന്നത് തെറ്റാണ്. രോഗങ്ങളും അവയുടെ രോഗകാരികളും തമ്മിലുള്ള ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് ഏതാണെന്ന് നോക്കാം. കോളറ ബാക്ടീരിയ, ചിക്കൻ പോക്സ് വൈറസ്, അത്ലറ്റ് ഫൂട്ട് ഫംഗസ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ജോഡികൾ ശരിയായിട്ടുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന 3 ശരിയാണ്. കോളറ പരത്തുന്നത് ബാക്ടീരിയയിലൂടെയും, അതുപോലെ ചിക്കൻ പോക്സ് വൈറസ്, അത്ലറ്റ് ഫൂട്ട് ഫംഗസ്. വാക്സിനേഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ ആർജിക്കുന്ന പ്രതിരോധ ശേഷിയാണ് ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. 9ാം മാസത്തിൽ നൽകുന്ന വാക്സിനേഷനാണ് BCG എന്ന് പറയുന്നത്. DPT വാക്സിൻ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് എന്നീ രോഗങ്ങളെ പ്രതിരോധിക്കുന്നു. ഇതിൽ BCG നൽകുന്നത് ജനിച്ച ഉടനെയാണ്, 9ാം മാസത്തിലല്ല. അപ്പോൾ ആ ഓപ്ഷൻ മാത്രമാണ് തെറ്റ്. ഇനി പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ ആർജിക്കുന്ന പ്രതിരോധ ശേഷിക്ക് പറയുന്നതാണ് ആർജിത പ്രതിരോധ ശേഷി. അതുപോലെ DPT വാക്സിൻ എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ആ 3ൻ്റെയും ഷോർട്ട് ഫോമാണ് DPT എന്ന് പറയുന്നത്. രോഗാണുവാഹകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഈച്ച വഴി പകരുന്ന രോഗങ്ങളാണ് കോളറയും വയറിളക്കവും. എലിപ്പനി പകരുന്നത് വായുവിലൂടെയാണ്. കൊതുകുകൾ വഴി ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ പകരുന്നു. ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 1ാമത്തെ ഈച്ച വഴി പകരുന്ന രോഗങ്ങളാണ് കോളറയും വയറിളക്കവും. അതുപോലെ കൊതുകുകൾ വഴി പടരുന്നതാണ് ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയൊക്കെ. എന്നാൽ എലിപ്പനി പടരുന്നത് എങ്ങനെയാണ്? വായുവിലൂടെയാണോ? അല്ല, മലിനജലത്തിലൂടെയും ഒക്കെയാണ് എലിപ്പനി പകരുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കിയാൽ രോഗങ്ങളും രോഗകാരികളും, അതായത് ബാക്ടീരിയ ഏതൊക്കെ രോഗങ്ങളാണ് പടർത്തുന്നത്? കോളറ, ക്ഷയം, ടെറ്റനസ്, ന്യൂമോണിയ, ആന്ത്രാക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? കോളറ, ക്ഷയം, ടെറ്റനസ്, ന്യൂമോണിയ, ആന്ത്രാക്സ് ഏതൊക്കെയാണ്? ബാക്ടീരിയ മൂലം പകരുന്ന രോഗങ്ങളാണ്. ഇനി വൈറസ് മൂലം COVID-19, പോളിയോ, ചിക്കൻ പോക്സ്, എയ്ഡ്സ്, ഡെങ്കിപ്പനി ഇതൊക്കെയാണ് വൈറസിലൂടെ പകരുന്നത്. ഇനി ഫംഗസിലൂടെയാണെങ്കിൽ അത്ലറ്റ് ഫൂട്ട്, റിംഗ് വെം, കാൻഡിയാസിസ് ഇതൊക്കെയാണ് ഫംഗസ് മൂലം പകരുന്ന രോഗങ്ങൾ. ഇതൊക്കെ PSCക്ക് ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.